ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. ഇനി നമുക്ക് എന്താണ് SGMFK എന്നുള്ളത് നോക്കാം. കേരളത്തിലെ ലൈംഗിക ലിംഗ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയാണ് സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റി ഫെഡറേഷൻ ഓഫ് കേരള. അതാണ് SGMFK എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന നിയമനിർമ്മാണങ്ങളെ എതിർക്കുക എന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വിദ്യാഭ്യാസത്തിലും ജോലിയിലും സംവരണം ആവശ്യപ്പെടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ലൈംഗിക ആഭിമുഖ്യം, ലിംഗ വ്യക്തിത്വം, പ്രകടനം, ലൈംഗിക സ്വഭാവം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കുക എന്നുള്ളത് ഈ ഒരു ഫെഡറേഷൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഇൻക്ലൂസീവ് ഹെൽത്ത് കെയർ സേവനങ്ങൾ, വിദ്യാഭ്യാസ പാഠ്യപദ്ധതി, ജോലിസ്ഥലത്തെ നയങ്ങൾ, തദ്ദേശ സ്വയംഭരണം എന്നിവയെക്കുറിച്ച് ഈ മേഖലയിലെല്ലാം ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന നിയമങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുന്ന ഒരു ഫെഡറേഷനാണിത്. 2017 ട്രാൻസ്ജെൻഡർ പേഴ്സണൽസിന് അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് 2017 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അവർക്കെതിരെയുള്ള ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അന്നത്തെ SGMFKയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീകുട്ടിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. 2017 അവരുടെ വിവാഹവും ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഈ ഒരു പാനലിൻ്റെ ഭാഗമായിരുന്നു ശ്രീകുട്ടി. LGBTQI+ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന മറ്റ് സംഘടനകൾ എല്ലാം തന്നെ ഈ ഒരു ഫെഡറേഷൻ്റെ ഭാഗമാണ്. ഇവർ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും അവരുടെ ലൈംഗിക ആഭിമുഖ്യം, ലിംഗ വ്യക്തിത്വം എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ട എന്ത് സൊല്യൂഷൻസാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമുക്ക് SGMFKയെ കുറിച്ച് പറയാനുള്ളത്. കേരളത്തിലെ ലൈംഗിക ലിംഗ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയാണ് സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റി ഫെഡറേഷൻ ഓഫ് കേരള എന്നുള്ളത്. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതായി അവർ വിശ്വസിക്കുന്ന നിയമനിർമ്മാണത്തെ എതിർക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും സംവരണം ആവശ്യപ്പെടുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവർ ചെയ്യുന്ന ഡ്യൂട്ടീസ്. ലൈംഗിക ആഭിമുഖ്യം, ലിംഗ വ്യക്തിത്വം, അവരുടെ പ്രകടനം, ലൈംഗിക സ്വഭാവം എന്നിവയെക്കുറിച്ചെല്ലാം ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക, അവർക്ക് ആവശ്യമായ ഹെൽത്ത് കെയർ സേവനങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയെക്കുറിച്ചും ജോലിസ്ഥലത്ത് അവരോടുള്ള നയങ്ങളെക്കുറിച്ചും തദ്ദേശ സ്വയംഭരണത്തിൽ അവർക്കുള്ള പങ്കിനെക്കുറിച്ചുമൊക്കെ വാദിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി SGMFKയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീകുട്ടി 2017 അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വിവാഹവും ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പാനലിൻ്റെ ഭാഗമായിരുന്നു. ഇവരെല്ലാം തന്നെ സാധാരണക്കാർക്കിടയിൽ ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അവരോട് ഉണ്ടാവേണ്ട നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് SGMFKയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആരാണ് ഗേർഡ ലേണർ എന്ന് നോക്കാം. ഓസ്ട്രിയൻ വംശജയായിട്ടുള്ള അമേരിക്കൻ ചരിത്രകാരിയും വനിതകളുടെ ചരിത്ര രചയിതാവുമായിരുന്നു ഗേർഡ ഹെഡ്വിഗ് ലേണർ. ഒരു പണ്ഡിതയും കൂടിയായിരുന്നു. 1920 ഏപ്രിൽ 30 ഓസ്ട്രിയയിലെ വിയന്നയിലാണ് അവർ ജനിക്കുന്നത്. 2013 ജനുവരി 2 അമേരിക്കയിലെ വിസ്കോൺസിലെ മാസിഡനിൽ അവർ അന്തരിച്ചു. നിരവധി പണ്ഡിത പ്രസിദ്ധീകരണങ്ങൾക്ക് പുറമെ കവിത, ഫിക്ഷൻ, തിരക്കഥകൾ, ആത്മകഥ എന്നിവയും അവർ എഴുതുന്നുണ്ട്. 1938 നാസി അധിനിവേശത്തിന് ശേഷം
അവരുടെ കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് പലായനം ചെയ്യുകയും ഒടുവിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയും അവിടെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിട്ട് മാറുകയും ചെയ്തു. 1966 കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ PhD നേടിയ അവർ സാറ ലോറൻസ് കോളേജ്, വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാല, ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെ നിരവധി സർവകലാശാലയിൽ അധ്യാപികയായി. 1980 മുതൽ 81 വരെ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ ഹിസ്റ്റോറിയൻസിൻ്റെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചു. വനിതാ ചരിത്ര മേഖലയിലെ ഒരു തുടക്കക്കാരനായിരുന്നു. കൂടാതെ സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം നിയമാനുസൃതവും പ്രധാനപ്പെട്ടതുമായ ഒരു പഠന മേഖലയായിട്ട് സ്ഥാപിക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. വനിതാ ചരിത്രത്തിലെ അക്കാദമിക് മേഖലയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1963 ന്യൂ സ്കൂൾ ഫോർ സോഷ്യൽ റിസർച്ചിൽ ബിരുദധാരിയായിരിക്കെ അമേരിക്കൻ ചരിത്രത്തിലെ മികച്ച സ്ത്രീകളെക്കുറിച്ച് പഠിപ്പിച്ചു. ഇത് സ്ത്രീ ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പതിവ് കോളേജ് കോഴ്സായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ദി ക്രിയേഷൻ ഓഫ് പാട്രിയാർക്കി, ദി മെജോറിറ്റി ഫൈൻഡ്സ് ഇറ്റ്സ് പാസ്റ്റ് എന്നിവയുൾപ്പെടെ നിരവധി സ്വാധീനമുള്ള പുസ്തകങ്ങളുടെ രചയിതാവായിരുന്നു അവർ. ചരിത്രത്തിലുടനീളം സ്ത്രീകളുടെ അനുഭവങ്ങളും സംഭാവനകളും അവഗണിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്ത രീതികളിൽ ലേണറുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മനുഷ്യ ചരിത്രത്തിൻ്റെ വിശാലമായ വ്യാപ്തി മനസ്സിലാക്കുന്നതിനും ചരിത്രത്തിലുടനീളം സ്ത്രീകളെ ഒഴിവാക്കുകയും അടച്ചമർത്തുകയും ചെയ്ത പുരുഷാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിനും സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. 1965 മുതൽ 67 വരെ ലോങ് ഐലൻഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചു. വനിതാ ചരിത്ര പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം വിസ്കോൺസിൻ സർവകലാശാലയിലെ സാറ ജോൺസ് കോളേജിലും പഠിപ്പിക്കുകയും വനിതാ ചരിത്രത്തിലെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വനിതാ ചരിത്രത്തിൽ ആദ്യത്തെ PhD പ്രോഗ്രാം ആരംഭിച്ചു. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ജോലി ചെയ്തു. അവിടെ സ്ത്രീകളെക്കുറിച്ചുള്ള സെമിനാറിൻ്റെ സഹസ്ഥാപകയായി മാറി. വനിതാ ചരിത്രത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് വനിതാ ചരിത്രത്തിലെ ജോവാൻ കെല്ലി മെമ്മോറിയൽ പ്രൈസ്, നാഷണൽ ഹ്യൂമാനിറ്റീസ് മെഡൽ എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകളും ബഹുമതികളും അവരെ തേടി വന്നു. അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അസോസിയേഷൻ എന്നിവയുടെ ഫെലോയായും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ വനിതാ ചരിത്ര മേഖലയിൽ ഒരു മുൻനിര പണ്ഡിതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ചരിത്ര പഠനം നിയമാനുസൃതവും പ്രധാനപ്പെട്ടതുമായ ഒരു പഠന മേഖലയായി സ്ഥാപിക്കാൻ സഹായിച്ചു. ലിംഗസമത്വത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി ശക്തമായി വാദിച്ച ഇവർ ഇന്നും പണ്ഡിതന്മാരെയും ആക്ടിവിസ്റ്റുകളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് ദലിത് ഫെമിനിസത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ദലിത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ദലിത് ജനവിഭാഗങ്ങൾക്കിടയിലും ഫെമിനിസത്തിനകത്തും വലിയ സ്ത്രീ പ്രസ്ഥാനങ്ങൾക്കിടയിലും ജാതി ലിംഗപരമായ റോളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് വീക്ഷണമാണ്. ദലിത് സ്ത്രീകൾ പ്രധാനമായും താമസിക്കുന്നത് ദക്ഷിണേഷ്യയിലാണ്. പ്രധാനമായും ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ദലിത് സ്ത്രീകൾ താമസിക്കുന്നത്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും താഴ്ന്ന ജാതിയിലെ അംഗങ്ങളായ ദലിത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ജാതി, ലിംഗ അടിച്ചമർത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫെമിനിസത്തിൻ്റെ ഒരു ശാഖയാണ് ദലിത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. ദലിത് സ്ത്രീകളുടെ അനുഭവങ്ങളെ വലിയ തോതിൽ അവഗണിക്കുകയും പ്രധാനമായിട്ടും ഉയർന്ന ജാതി മധ്യവർഗ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത ഇന്ത്യയിലെ പ്രബലമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള പ്രതികരണമായിട്ടാണ് ദലിത് ഫെമിനിസം ഉയർന്നു വന്നത്. ഇന്ത്യയിലെ പ്രബലമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ദലിത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സവിശേഷമായ അനുഭവങ്ങളും അടിച്ചമർത്തലുകളും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് ദലിത് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. ജാതിയുടെയും ലിംഗപരമായ അടിച്ചമർത്തലിൻ്റെയും വിവേചനം ഒരു സവിശേഷ പാർശ്വവൽക്കരണം സൃഷ്ടിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നുണ്ട്. അതിൽ ദലിത് സ്ത്രീകൾ ലിംഗാധിഷ്ഠിത അക്രമത്തിനും ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിനും ആക്രമണത്തിനും വിധേയമാകുന്നുണ്ട്.
ഇന്ത്യയിലെ പ്രബല ഫെമിനിസ്റ്റ് പ്രസ്ഥാനം പലപ്പോഴും ജാതിയുടെ പ്രശ്നം അവഗണിക്കുന്നുവെന്നും ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും അക്രമവും ലിംഗ അസമത്വം നിലനിർത്തുന്ന രീതികളെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുവെന്നും ദലിത് ഫെമിനിസ്റ്റുകൾ പറയുന്നുണ്ട്. ലിംഗ അസമത്വം നിലനിർത്തുന്ന പ്രബലമായ ജാതി മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് പ്രബലമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം പലപ്പോഴും ജാതി അധിഷ്ഠിത അധികാര ഘടകങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അവർ വാദിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളോടുള്ള പ്രതികരണമായിട്ട് ദലിത് ഫെമിനിസ്റ്റുകൾ ഫെമിനിസത്തോട് കൂടുതൽ ഇന്റർസെക്ഷൻ സമീപനം ആവശ്യപ്പെടുന്നു. ഇത് ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തെയും അക്രമത്തെയും പ്രതിനിധാനം ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദലിത് സ്ത്രീകളുടെ അനുഭവങ്ങളും ശബ്ദങ്ങളും അത് കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അനുഭവങ്ങളുടെയും അടിച്ചമർത്തലിൻ്റെയും വൈവിധ്യത്തെ അംഗീകരിക്കുന്ന കൂടുതൽ സമഗ്രമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിനും അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ദലിത് സ്ത്രീകൾ നേരിടുന്ന ജാതി ലിംഗ അടിച്ചമർത്തലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫെമിനിസത്തിൻ്റെ ഒരു ശാഖയാണ് ദലിത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ പ്രബലമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ദലിത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സവിശേഷമായ അനുഭവങ്ങളെയും അടിച്ചമർത്തലിൻ്റെ രൂപങ്ങളെയും അഭിസംബോധന പ്രതിനിധാനം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുവെന്നും ഫെമിനിസത്തോട് കൂടുതൽ ഇന്റർസെക്ഷൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം ആവശ്യമാണെന്നും ദലിത് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. അപ്പോൾ ദലിത് ഫെമിനിസത്തിൻ്റെ ആവിർഭാവം ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും അക്രമവും ലിംഗ അസമത്വവും നിലനിർത്തുന്ന രീതികളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തെ വിശാലമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് നോക്കാം. ലിംഗവിവേചനം എന്നത് വ്യക്തികൾക്ക് അവരുടെ വ്യക്തിഗത യോഗ്യതയോ കഴിവുകളോ അല്ല, അവരുടെ ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കി നൽകുന്ന സമമായുള്ള അവസരങ്ങൾ, അതായത് പുരുഷ സ്ത്രീ വ്യത്യാസത്തിനനുസരിച്ചുള്ള അവസര നിഷേധങ്ങൾ, ഇതെല്ലാം ലിംഗവിവേചനത്തിലാണ് വരുന്നത്. ജോലിസ്ഥലം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹിക ക്രമീകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ തരത്തിൽ വിവേചനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിംഗവിവേചനത്തിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള രൂപമാണ് ലിംഗത്തിനനുസരിച്ചുള്ള വേതന വ്യത്യാസം. അത് സ്ത്രീകൾക്ക് ഒരേ ജോലി ആയിരിക്കാം ഉണ്ടാവുക, പക്ഷേ പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനമായിരിക്കും നൽകുന്നുണ്ടാവുക. ഈ ഒരു വിടവ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിലവിലുണ്ട്. മാത്രമല്ല നിയമനം, സ്ഥാനക്കയറ്റം, ശമ്പള ചർച്ചകൾ ഇവയിലെല്ലാം തന്നെ ലിംഗപരമായുള്ള പക്ഷപാതം നിലവിലുണ്ട്. ലിംഗവിവേചനം പീഡനത്തിൻ്റെ രൂപവും സ്വീകരിക്കാറുണ്ട്. അപ്പം ഇത് പല സ്ഥലങ്ങളിലും നിയമം പ്രത്യേകമായി നിരോധിച്ചിരിക്കുന്ന ജോലിസ്ഥലത്തെ വിവേചനത്തിൻ്റെ രൂപമാണ്. ഇതിൽ ലൈംഗിക പീഡനം, ലിംഗ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആവിഷ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റു തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഇതെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ലിംഗവിവേചനം വിദ്യാഭ്യാസം, ആരോഗ്യം, പരിരക്ഷ, മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നീ മേഖലയിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. സാംസ്കാരിക വിശ്വാസങ്ങളോ സാമ്പത്തിക പരിമിതികളോ ഉള്ളത് കാരണം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിടാറുണ്ട്. കൂടാതെ വിഭവങ്ങളുടെ അഭാവം മൂലം ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിലെ ലിംഗവിവേചനം കാരണം അടിസ്ഥാന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല. അപ്പോൾ വ്യക്തികളിലും സമൂഹത്തിലും ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ലിംഗവിവേചനം എന്ന് പറഞ്ഞാൽ. ഇത് അസമത്വം നിലനിർത്തുകയും വ്യക്തികളെ അവരുടെ പൂർണ്ണ ശേഷിയിലെത്തുന്നതിന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രതികൂല സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തുല്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനും വ്യക്തികളും സ്ഥാപനങ്ങളും ലിംഗവിവേചനത്തെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും തിരിച്ചറിയുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തിരിച്ചറിയുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ആരാണ് മാർജിനലൈസ്ഡ് വുമൺ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ആവിഷ്കാരം, വംശം, വർഗം, ലൈംഗികാഭിമുഖ്യം, കഴിവ്, മതം ഇങ്ങനെയുള്ള പല പരസ്പര ബന്ധിതമായുള്ള ഘടകങ്ങൾക്കനുസരിച്ച് ഒന്നിലധികം തരത്തിലുള്ള വിവേചനങ്ങളും അടിച്ചമർത്തലുകളും ഇന്ന് സ്ത്രീകൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. എത്ര തന്നെ പുരോഗമിച്ചാലും ഈ ഒരു സ്ഥിതിവിശേഷത്തിന് ഇന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ പലപ്പോഴും മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയോ അവർ മാറ്റപ്പെടുകയോ ചെയ്യുന്നുണ്ട്. മാത്രമല്ല
അവരുടെ സ്വത്വങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന സവിശേഷമായ വെല്ലുവിളികളെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും സ്ത്രീകളുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ചർമ്മത്തിൻ്റെ നിറം, സംസ്കാരം, ഭാഷ, മതം ഇവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിലനിൽക്കാറുണ്ട്. വ്യവസ്ഥാപരമായ വംശീയവും പക്ഷപാതവും കാരണം വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, തൊഴിൽ, പാർപ്പിടം എന്നിവയിൽ നിന്നെല്ലാം അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിൽ കാണാൻ പറ്റും. ഇനി LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾ, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വയർ തുടങ്ങിയ ഭിന്നലിംഗക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ലൈംഗിക ആഭിമുഖ്യത്തെയും ലിംഗസമത്വത്തെയും അടിസ്ഥാനമാക്കി അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, നിയമപരമായ പരിരക്ഷകൾ എന്നിവ ആക്സസ് ചെയ്യുന്നതിന് അവർ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഹോമോഫോബിയ, ട്രാൻസ്ഫോബിയ എന്നിവ കാരണം അവർക്ക് നേരെ ആക്രമണങ്ങളും പീഡനങ്ങളും നിലനിൽക്കാറുണ്ട്. ഇനി വൈകല്യമുള്ള സ്ത്രീകൾ, ശാരീരികമോ മാനസികവുമായ വൈകല്യങ്ങൾ കാരണം പലപ്പോഴും വിവേചനവും പാർശ്വവൽക്കരണവും നേരിടാറുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ പരിപാലനം എന്നിവ ലഭിക്കുന്നതിന് അവർ തടസ്സങ്ങൾ അഭിമുഖീകരിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തത്തിൻ്റെ ശാരീരികവും മാനസികവുമായുള്ള തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇനി കുടിയേറ്റ അഭയാർത്ഥി സ്ത്രീകൾ, ഒരു പുതിയ രാജ്യത്തേക്ക് കുടിയേറിയ അല്ലെങ്കിൽ അഭയം തേടുന്ന സ്ത്രീകൾ പലപ്പോഴും അവരുടെ കുടിയേറ്റ നില, ഭാഷാ തടസ്സങ്ങൾ, സാംസ്കാരിക വ്യത്യാസങ്ങൾ എന്നിവ കാരണം വിവേചനവും പാർശ്വവൽക്കരണവും നേരിടാറുണ്ട്. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് അവർ തടസ്സങ്ങൾ അഭിമുഖീകരിക്കുകയും വംശീയ വിദ്വേഷവും വംശീയതയും അഭിമുഖീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം തുടങ്ങി അടിസ്ഥാന വിഭവങ്ങളുടെ അഭാവം ഉൾപ്പെടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഒന്നിലധികം തരത്തിലുള്ള വിവേചനവും പാർശ്വവൽക്കരണവും നേരിടാറുണ്ട്. അവരുടെ സാമൂഹിക സാമ്പത്തിക നിലയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും അവർ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ ഇത് വിദ്യാഭ്യാസം, തൊഴിൽ, നിയമപരമായ പരിരക്ഷകൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ തുല്യതയും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ അതുല്യമായ വെല്ലുവിളികളും ആവശ്യങ്ങളും തിരിച്ചറിയുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വ്യവസ്ഥാപരമായ വിവേചനത്തെയും അടിച്ചമർത്തലിനെയും അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന നയങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും വേണ്ടി വാദിക്കുക, വൈവിധ്യത്തെ വിലമതിക്കുകയും ആഘോഷിക്കുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമഗ്രവും ശാക്തീകരിക്കുന്നതുമായ ഇടങ്ങൾ സൃഷ്ടിക്കുക, ഇവയെല്ലാം തന്നെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പോളിഗമിയും പോളിയാൻഡറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും എന്നുള്ളത് ഒന്നിലധികം പങ്കാളികളെ ഉൾക്കൊള്ളുന്ന വിവാഹത്തിൻ്റെ 2 രൂപങ്ങളാണ്. ഒരു വിവാഹത്തിൽ 2ൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ അവർ സമാനതകൾ പങ്കിടുന്നുണ്ടെങ്കിലും അതുമൂലമുണ്ടാകുന്ന സാംസ്കാരികമായിട്ടുള്ള തകർച്ചകളെ അത് സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരും. ബഹുഭാര്യത്വം എന്നത് ഒന്നിലധികം പങ്കാളികളുള്ള സമ്പ്രദായമാണ്. സാധാരണയായി 1ൽ കൂടുതൽ ഭാര്യമാരുള്ള ഒരു പുരുഷൻ ആ സംസ്കാരത്തിൽ അവർ മൂലമുണ്ടാകുന്ന സാംസ്കാരിക ച്യുതികൾ അത് ആ സമൂഹത്തെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ടാണ് ചില സമുദായങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. കൂടാതെ സാമൂഹിക പദവിയോ സമ്പത്തോ വർദ്ധിപ്പിക്കുക, കുടുംബസഖ്യങ്ങൾ സുരക്ഷിതമാക്കുക, അല്ലെങ്കിൽ വിധവകൾക്കോ അവിവാഹിതരായ സ്ത്രീകൾക്കോ സംരക്ഷണം നൽകുക തുടങ്ങിയ വിവിധ കാരണങ്ങളാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പ്രചോദനമായിട്ട് എടുക്കാറുള്ളത്. മറുവശത്ത് ബഹുഭർത്തൃത്വം എന്നത് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള സമ്പ്രദായമാണ്. സാധാരണയായി 1ൽ കൂടുതൽ ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഭവങ്ങളുടെ ദൗർലഭ്യമുള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അത് സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഭൂമിയും സ്വത്തും കുട്ടികൾക്കിടയിൽ വിഭജിക്കുന്ന സമ്പ്രദായം വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹത്തിൻ്റെ 2 രൂപങ്ങളും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിധേയമായിട്ടുണ്ട്.
ലിംഗ അസമത്വം, ചൂഷണം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും പാരമ്പര്യവും സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാരണം പല രാജ്യങ്ങളിലും ബഹുഭാര്യത്വം നിയമവിരുദ്ധമാണ്. എന്നിരുന്നാലും ചില സംസ്കാരങ്ങളിൽ ബഹുഭാര്യത്വം ഇപ്പോഴും പാരമ്പര്യത്തിൻ്റെ ഒരു രൂപമായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. ബഹുഭർത്തൃത്വം എന്നുള്ളത് ഇതിലും കുറവാണ്. പ്രത്യേകിച്ച് പുരുഷാധിപത്യം നിലനിൽക്കുന്ന സംസ്കാരങ്ങളിൽ ഇത്തരത്തിലുള്ള 2 സമ്പ്രദായങ്ങളും ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ബഹുഭാര്യത്വം പരിശീലിക്കുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള വിവേചനത്തെയും അവർ നേരിട്ടേക്കാം. കൂടാതെ ലിംഗമാനദണ്ഡങ്ങളും പ്രതീക്ഷകളും ലംഘിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒന്നിലധികം പങ്കാളികളെ ഉൾക്കൊള്ളുന്ന വിവാഹത്തിൻ്റെ 2 രൂപങ്ങളാണ്. പക്ഷേ അവ സംഭവിക്കുന്ന അവ മൂലമുണ്ടാകുന്ന സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളും സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലെല്ലാം തന്നെ സമത്വം, ബഹുമാനം, പരസ്പര ധാരണ എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ സമൂഹം മൂല്യച്യുതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി ക്രോസ് ഡ്രസ്സേഴ്സ് എന്നുള്ളതാണ്. പരമ്പരാഗതമായി എതിർലിംഗവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളോ ആക്സസറിയോ ധരിക്കുന്ന വ്യക്തികളെയാണ് ക്രോസ് ഡ്രസ്സേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഈ ഒരു സമ്പ്രദായം പലപ്പോഴും ലിംഗപരമായ ആവിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എതിർലിംഗത്തിൻ്റെ വസ്ത്രം ധരിക്കുന്ന ഒരു രീതി മാത്രമല്ല, ലിംഗ ഐഡന്റിറ്റി എടുത്തു കാണിക്കുന്നതിനോ പ്രകടിപ്പിക്കുന്നതിനോ ഉള്ള ഒരു മാർഗമായിട്ട് ഇത് കണക്കാക്കാറുണ്ട്. ക്രോസ് ഡ്രസ്സിംഗ് പല രൂപത്തിലുണ്ടാവും. മറ്റൊരു ലിംഗവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളുടെ ഒരൊറ്റ ഭാഗം ധരിക്കുന്നത് മുതൽ പൂർണ്ണമായിട്ടും മറ്റൊരു ലിംഗത്തിൻ്റെ വസ്ത്രം ധരിക്കുന്ന രീതിയെയും ക്രോസ് ഡ്രസ്സസ് എന്നാണ് പറയുന്നത്. ക്രോസ് ഡ്രസ്സിംഗ് പലപ്പോഴും അവരുടെ ലിംഗ ഐഡൻറ്റിറ്റിയെ കാണിക്കാൻ വേണ്ടി ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നോൺ ബൈനറി വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരാണ് ധരിക്കാറുള്ളത്. എന്നിരുന്നാലും എല്ലാ ക്രോസ് ഡ്രസ്സർമാരും ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നോൺ ബൈനറി ആയിരിക്കണമെന്നില്ല. കൂടാതെ ചിലർ പരമ്പരാഗതമായിട്ട് എതിർലിംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനായിരിക്കാം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ക്രോസ് ഡ്രസ്സിംഗ് സമ്പ്രദായത്തിന് നീണ്ടതും വൈവിധ്യവുമാണുള്ള ആ ഒരു രീതിക്ക് കുറേ കാലത്തെ ചരിത്രമുണ്ട്. പല സംസ്കാരങ്ങളിലും കാലഘട്ടങ്ങളിലും ഈ രീതിയിൽ ഡ്രസ്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സംസ്കാരങ്ങളിൽ മതപരമോ ആത്മീയമോ ആയ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവയിൽ ഇത് വിനോദത്തിൻ്റെയോ പ്രകടനത്തിൻ്റെയോ ഒരു രൂപമായിരുന്നു. ഈ ഒരു രീതി സ്വതവേ ദോഷകരമല്ലെങ്കിലും ഈ സമ്പ്രദായത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ ലിംഗപരമായ ആവിഷ്കാരം മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത മറ്റുള്ളവരിൽ നിന്ന് ധാരാളം വിവേചനങ്ങളും ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്നേക്കാം. വാക്കാലുള്ള ഉപദ്രവം, ശാരീരികമായ അക്രമം അല്ലെങ്കിൽ സാമൂഹികമായ ബഹിഷ്കരണം, ഈ രീതിയിലെല്ലാം തന്നെ അവർ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തേണ്ടി വന്നേക്കാം. ക്രോസ് ഡ്രസ്സർമാരുടെയും അതായത് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്നവരുടെയും പരമ്പരാഗതമല്ലാത്ത രീതിയിൽ ലിംഗഭേദം പ്രകടിപ്പിക്കുന്ന മറ്റു വ്യക്തികളെയും അവരെല്ലാം തന്നെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയേക്കാം. എന്നാൽ ഇവരുടെയും അവകാശങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ലിംഗവൈവിധ്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും അവബോധവും പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഈ രീതിയിൽ ഡ്രസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നിയമപരമായ പരിരക്ഷയും സാമൂഹിക സ്വീകാര്യതയും ലഭിക്കുന്നതിന് വേണ്ടി വാദിക്കുക എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സമഗ്രവും സ്വീകാര്യവുമായിട്ടുള്ള ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്രോസ് ഡ്രസ്സേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വിഭാഗത്തെ കണക്കിലെടുക്കാതെ എല്ലാ ലിംഗപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലിംഗപരമായ ഈ ഒരു ആവിഷ്കാരത്തെ കണക്കിലെടുക്കാതെ എല്ലാ വ്യക്തികൾക്കും സുരക്ഷിതവും കൂടുതൽ പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ക്രോസ് ഡ്രസ്സേഴ്സിനോട് നമ്മൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞാൽ, അതായത് 3ാം ലിംഗം എന്ന് പറഞ്ഞാൽ അത് പുരുഷനോ സ്ത്രീയോ അല്ല, മറിച്ച് വ്യതിരിക്തവും വേറിട്ടവുമായ ലിംഗമായി തിരിച്ചറിയുന്ന വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. 3ാം ലിംഗ ഐഡന്റിറ്റികൾ ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും കാണപ്പെടുന്നുണ്ട്.
അവ പലപ്പോഴും ആത്മീയമോ സാംസ്കാരികവുമായ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മൂന്നാം ലിംഗ ഐഡന്റിറ്റികൾ പലപ്പോഴും ലിംഗ ബൈനറിയെ വെല്ലുവിളിക്കുന്നതിനും കൂടുതൽ ലിംഗവൈവിധ്യവും സ്വീകാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ട് കണക്കാക്കാറുണ്ട്. മൂന്നാം ലിംഗക്കാരായി സ്വയം തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് സ്വയം വിവരിക്കാൻ ജെൻഡർ ക്വയർ, നോൺ ബൈനറി, ടു സ്പിരിറ്റ്, ഹിജ്ഡ എന്നിവയുൾപ്പെടെ വിവിധ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പല സംസ്കാരങ്ങളിലും മൂന്നാം ലിംഗ വ്യക്തികൾക്ക് ദീർഘവും വൈവിധ്യവുമായുള്ള ചരിത്രമാണുള്ളത്. മാത്രമല്ല പലപ്പോഴും പ്രത്യേക ആത്മീയവും സാംസ്കാരികവുമായുള്ള പ്രാധാന്യമുള്ളവരായിട്ട് അവരെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഹിജ്ഡ സമൂഹത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമാണുള്ളത്. മാത്രമല്ല പലപ്പോഴും ആത്മീയ ശക്തികളും കഴിവുകളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സമ്പന്നമായ ചരിത്രം ഉണ്ടായിരുന്നിട്ടും ഈ മൂന്നാം ലിംഗ വ്യക്തികൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവേചനവും പാർശ്വവൽക്കരണവും അനുഭവിക്കുന്നുണ്ട്. ആരോഗ്യ പരിപാലനം, തൊഴിൽ, മറ്റ് അടിസ്ഥാന അവകാശങ്ങൾ ഇവയെല്ലാം അവർക്ക് ആക്സസ് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ലിംഗസമത്വം മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത മറ്റുള്ളവരിൽ നിന്നുള്ള സാമൂഹികമായ വിവേചനങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാം ലിംഗ വ്യക്തികളുടെ കൂടുതൽ ധാരണയും സ്വീകാര്യതയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിംഗവൈവിധ്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും അവബോധവും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ്. കൂടാതെ ലിംഗസ്വത്വം കണക്കിലെടുക്കാതെ എല്ലാ വ്യക്തികൾക്കും നിയമപരമായ പരിരക്ഷകൾക്കും സാമൂഹിക സ്വീകാര്യതയ്ക്കും വേണ്ടി വാദിക്കുക, കൂടുതൽ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുക, എല്ലാ വ്യക്തികൾക്കും അവരുടെ ലിംഗസ്വത്വമോ ആവിഷ്കാരമോ കണക്കിലെടുക്കാതെ സുരക്ഷിതവും കൂടുതൽ പിന്തുണയ്ക്കുന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുക, ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. ഇനി എന്താണ് മദർഹുഡ് എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടിയെ പരിപാലിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ശാരീരികവും വൈകാരികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടുന്ന ഒരു അമ്മയായിരിക്കുന്ന അവസ്ഥയാണ് മാതൃത്വം അഥവാ മദർഹുഡ് എന്ന് പറഞ്ഞാൽ. സന്തോഷങ്ങളും വെല്ലുവിളികളും ഉൾക്കൊള്ളുന്ന സങ്കീർണവും ബഹുമുഖവുമായുള്ള ഒരു വേഷമാണിത്. ഇപ്പോൾ സംസ്കാരം, സാമൂഹിക സാമ്പത്തിക നില, വ്യക്തിഗത സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് മാതൃത്വത്തിൻ്റെ അനുഭവം വ്യാപകമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മാതൃത്വത്തിൻ്റെ ചില പൊതുവായുള്ള തീമുകളിൽ സ്നേഹം, ത്യാഗം, ഒരാളുടെ കുട്ടിക്ക് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകാനുള്ള ആഗ്രഹം ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. മാതൃത്വത്തിൻ്റെ ശാരീരിക വശങ്ങളിൽ ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ പ്രതിഫലദായകവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. മാർഗനിർദ്ദേശം, പിന്തുണ, സുരക്ഷിതത്വ ബോധം എന്നിവ നൽകിക്കൊണ്ട് കുട്ടികളുടെ വൈകാരികവും സാമൂഹികവുമായ വികാസത്തിൽ അമ്മമാർ കൂടുതൽ പങ്കുവഹിക്കുന്നുണ്ട്. മാതൃത്വത്തിൻ്റെ സന്തോഷങ്ങൾക്കിടയിലും ഇത് സമ്മർദ്ദത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഒരു ഉറവിടവും കൂടിയാണ്. പ്രത്യേകിച്ചും ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് സാമൂഹികമോ സാമ്പത്തികവുമായ തടസ്സങ്ങൾ നേരിടുന്ന അമ്മമാർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചില ലിംഗപരമായ റോളുകളുമായോ പ്രതീക്ഷകളുമായോ പൊരുത്തപ്പെടാൻ അമ്മമാർക്ക് സാമൂഹിക സമ്മർദ്ദം നേരിടേണ്ടി വരും. ഇത് അവരുടെ അവസരങ്ങളെ പരിമിതപ്പെടുത്തുകയും അവരുടെ ഏജൻസികളുടെയും ശാക്തീകരണത്തിൻ്റെയും ബോധത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മമാരെ പിന്തുണയ്ക്കുന്നതിനും ആരോഗ്യപരമായ അമ്മ ശിശുബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹിക പിന്തുണാ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകേണ്ടത് അത്യാവശ്യമാണ്. മാതൃശിശു ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന നയങ്ങളും സമ്പ്രദായങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതും ലിംഗഭേദമോ രക്ഷാകർതൃ പദവിയോ പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും കൂടുതൽ ലിംഗസമ്മതത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി വാദിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ പിന്തുണയുള്ളതും തുല്യവുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികൾക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും അവസരങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വരുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഓഫ് ലോ ആൻഡ് വുമൺ. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.